محمد في فؤاد الغار يرتجف في كفه الدهر والآيات والصحف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ ഹിറാ ഗുഹയ്ക്കുള്ള പ്രത്യേകതയോ കഅബാലയത്തിന് ഡയറക്റ്റ് ദർശനമുള്ള സ്ഥലമാണ്. അമ്പിയാക്കന്മാരുടെ സാന്നിധ്യത്തിന് നിമിത്തമുള്ള സ്ഥലമാണ്. അബ്ദുൽ മുത്തലിബ് ആരാധന നടത്തിയ സ്ഥലമാണ്. അല്ലാഹുവിലേക്ക് ഹബീബിനെ ചേർത്ത പ്രകാശഗിരിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ജബലുന്നൂർ അലാ ജബലുന്നൂർ നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ എൻ്റെ ഈ ഉദയവും ഉയർച്ചയും എന്ന അധ്യായം തൽക്കാലം ഇവിടെ ഒരു സെമികോളൻ ഇടുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിനെ ഒരുപാട് അറിഞ്ഞ്, ഒരുപാട് അടുത്ത്, ഒരുപാട് പ്രണയിച്ച് അവസാനം അവിടുത്തെ മുഖം കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബുകളെ, നമുക്ക് സ്നേഹപ്രപഞ്ചത്തിലേക്ക് വരാം. നമ്മുടെ പരമ്പരയുടെ പേരതാണല്ലോ. നമ്മുടെ വിജയത്തിന്റെ കാരണം ഹബീബി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് പഠിപ്പിക്കുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. ഒരാളിൽ 3 ഗുണമുണ്ടായാൽ അവൻ ഈമാനിന്റെ മധുരമറിഞ്ഞവനാണ്. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഹബീബിനോട് പ്രേമമുണ്ടാവുക, അല്ലാഹുവിനോട് പ്രിയം വെക്കുക. അല്ലാഹുവിലേക്കുള്ള പ്രിയത്തിന്റെ വസീലയാണ് ഹബീബിനോടുള്ള പ്രേമം. ഈ മജ്ലിസ് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് കൽബ് മദീനയിലേക്ക് തിരിക്കാം. കൈഫ മസ്തിയതാ മുജ്കോ കർ ദേ ഖുദാ മാംഗതാ യേ ദുആ മേ മദീനെ ചലാ മുസ്കുരാനെ ലഗി ദിൽ की हर एक कुली झूमता झूमता मैं मदीने चला. सबसे गुंबद का नूर जंग कर देगा दूर मेरा दिल तो जला मैं मदीने चला. क्या करेगा इधर बांध रुखते सफर चल अभी दे रजा मैं മദീനെ ചലാ. എന്റെ അവലംബം അവിടെയാണ്. യാത്രാ ക്ലിഷ്ടതകളോടെയും വിഷമത്തോടെയും എത്ര അധ്വാനിച്ചാലും എനിക്ക് എത്തിപ്പെടേണ്ട നാട് മദീനയാണ്. അറിയുമോ സ്വഹാബത്താരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചു പോയി. ആ പ്രേമം എവിടം വരെ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സലൂൽ എന്ന സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയേ, എന്റെ വാപ്പയുടെ തല വേണോ നബിയേ? എന്തിനാണ് അബ്ദുല്ലാ ചോദിക്കുന്നത്? മുനാഫിഖുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സലൂൽ. അയാളുടെ മകനാണ് അബ്ദുള്ള എന്ന സ്വഹാബി. വന്നിട്ട് ചോദിക്കുന്നു, എന്റെ വാപ്പയുടെ തല വേണോ? എന്തേ അബ്ദുള്ള, വല്ല പരാതിയുമുണ്ടോ? മറ്റൊന്നുമല്ല നബിയേ, എന്റെ വാപ്പയുടെ തല വേണമെങ്കിൽ അത് മറ്റൊരാളോടും തങ്ങൾ പറയരുത്, അതെന്നോട് തന്നെ പറയണം. അടുത്ത സെക്കൻഡിൽ ഞാനങ്ങ് തരാം.
സഅദ് റളിയല്ലാഹു അൻഹു വരുന്നു. നബിയെ, എന്റെ ഉമ്മയോട് പിണക്കത്തിലാണ്, ഉമ്മ തങ്ങളെ കുറ്റം പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടണം, അല്ലെങ്കിൽ ഉമ്മയോട് എനിക്ക് രാജിയാകാൻ കഴിയില്ല. ഉമ്മാനെ മാറ്റിവെക്കുന്നു നബിതങ്ങൾക്ക് വേണ്ടി, വാപ്പാനെ മാറ്റിവെക്കുന്നു നബിതങ്ങൾക്ക് വേണ്ടി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പടക്കളത്തിൽ നിൽക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ തങ്ങൾ ചെന്നിട്ട് അഭയം തേടുന്നു. വാപ്പാ, എനിക്കെതിരെ വാളെടുക്കുമോ? അന്ന് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ ശത്രുപാളയത്തിലാണ്. അപ്പോഴാണ് പാവപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങള് തീജ്വാല പോലെയുള്ള കണ്ണും കൊണ്ട് വാളുയർത്തിക്കൊണ്ട്, അബ്ദുറഹ്മാനെ, ഇവിടെ എന്റെ ഹബീബാണ് വലുത് കേട്ടോ എന്ന് പറഞ്ഞ് മകനെ ദണ്ഡം കൊടുക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മകനും പ്രശ്നമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജയുടെ മകനായ ഹിന്ദെന്ന് പറയുന്നയാൾ, ഹാലയെന്ന് പറയുന്നയാൾ ഇസ്ലാമിലേക്ക് വന്നു. അയാളുടെ ഭാര്യയും ഇസ്ലാമിൽ വന്നു. ആദ്യം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി, അവിടെ വെച്ച് ക്രിസ്ത്യാനിയായി പോയി. ഹാല എന്ന് പറയുന്നയാൾ ഖദീജ ബീവിയുടെ രണ്ടാമത്തെ ഭർത്താവിലുള്ള മകൻ അവിടുന്ന് ക്രിസ്ത്യാനിയായി പോയി. ഭാര്യ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങളുടെ ഭർതൃ പദവി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അള്ളാന്റെ റസൂലിന്റെ മാർഗത്തിൽ ഒഴിവാക്കുന്നു. അതുപോലെ ഭാര്യമാരെ ഒഴിവാക്കുന്നു, മക്കളെ ഒഴിവാക്കുന്നു, സ്വന്തം നാട് ഒഴിവാക്കുന്നു. സ്വഹാബത്ത് നബി തങ്ങൾക്ക് വേണ്ടി ചെയ്യാത്തതൊന്നുമില്ല, ത്യജിക്കാത്തതൊന്നുമില്ല. അവസാനം അംറു ബിനുൽ ജമൂഹ് തങ്ങളും തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളും സുബൈർ ബിനുൽ അവ്വാം തങ്ങളും സഅദ് ബിൻ നളർ തങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് തങ്ങളും ഹുബൈബ് ബിൻ അദീ തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ദസന്ന തങ്ങളും അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളും സയ്യിദ് ബിൻ ഹാരിസ തങ്ങളും ഇവരെല്ലാം റസൂലുള്ളാഹി തങ്ങളെ പ്രേമിച്ചിട്ട് അവിടുത്തെയുടെ പൊരുത്തത്തിന് പടക്കളത്തിൽ തെറിച്ചു വീണവരാണ്. അറിയുമോ, അബ്ദുല്ലാഹി ബിൻ റവാഹ യുദ്ധത്തിന് പോകുമ്പോ വാഹനത്തിന്റെ പുറത്ത് തിരിഞ്ഞിരുന്നിട്ട് കാണാമറയത്തെത്തും വരെ നബി തങ്ങളുടെ മുഖം നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞല്ലോ. ആ യാത്രയിൽ നിന്ന് ഷഹാദത്ത് വാങ്ങിയല്ലോ. അവിടുന്ന് ബഹുമാനപ്പെട്ട ഹംളത്തുൽ വസീൽ നബി തങ്ങൾക്ക് സലാം പറഞ്ഞല്ലോ. കഴുകുമരത്തിലേക്ക് കഴുത്ത് കാട്ടിക്കൊടുത്തല്ലോ. ബിലാൽ ബിൻ റബാഹ് തങ്ങള് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു, വദന്നൽ ഖല്ലഹിബ മുഹമ്മദം വസഹബാ, എനിക്ക് നബിതങ്ങളില്ലാത്ത മദീനയിൽ നിൽക്കാൻ വയ്യ, നാളെ എനിക്ക് നബിയെ കാണാം, ഞാൻ മരിച്ചാൽ എന്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞ ബിലാൽ തങ്ങളില്ലേ, മരുഭൂമി താണ്ടിയിട്ട് റബ്ദയുടെ മരുഭൂമിയിൽ വഴിവക്കത്ത് ജനാസ കിടക്കുന്നു. ആരുടേതാണ്? അബൂ ദർറുൽ ഗിഫാരി തങ്ങളുടേതാണ്. തംശീ വഹദക വതമൂതു വഹദക വതുബ്അസു വഹദക
ഇൻഷാ അല്ലാഹ് എന്റെ നേതാവായ നബി തങ്ങൾ പറഞ്ഞതാണ്, മോളെ കരയണ്ട, ഈ മരുഭൂമിയിൽ ജനാസ എടുക്കാൻ ആരുമില്ലല്ലോ എന്ന നിലക്ക് കരയണ്ട, എന്റെ ജനാസ എടുക്കാൻ ഇവിടെ യാത്രാ സംഘമെത്തുമെന്ന് എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനാസ വഴിവക്കിലേക്ക് വെച്ചോ. അങ്ങനെ പോയ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ ആഗമനം കാത്തിരുന്ന തമീമുദ്ദാരി അങ്ങനെ പാശ്ചാത്യ പൗരത്യ രാജ്യത്ത് വ്യാപിച്ചു കിടക്കുന്നത്, മക്കയിലും മദീനയിലും ചിതറിക്കിടക്കുന്ന നമ്മുടെ മുൻഗാമികളെ അറിഞ്ഞോ? ഹബീബായ നബിയോട് പ്രണയം വെച്ച് പ്രേമം കൊടുത്ത് കൽബ് കൊണ്ടുരുമ്മി അവസാനം മുദ്ദാഹി ത്വഹ ലാഹിഖ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അന്ത മഅമൻ അഹ്ബബ്ത എന്ന നിലക്ക് സ്വർഗത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ ജീവൻ കൊടുത്ത ഹംസത്തുൽ കറാർ തങ്ങളുടെ പിന്നിൽ, കഴുത്ത് കഴുകുമരത്തിൽ വെച്ച സയ്യിദ് ബിൻ ദസന്ന തങ്ങളുടെ പിന്നിൽ ഭാര്യയോടൊപ്പം സന്തോഷിച്ചു കിടന്നപ്പോ പടക്കളത്തിലേക്ക് പോയി ജീവൻ ധരിച്ച ഹല്ലലത്ത് ബിൻ റബീഅ തങ്ങളുടെ പിന്നിൽ 63 പരിക്കേറ്റ് കിടന്ന സഅദ് ബിൻ റബീഅ തങ്ങളുടെ പിന്നിൽ ഒരു ഫുട്ബോൾ പോലെ തെറിച്ചു വീണ ജഅഫർ തയ്യാർ തങ്ങളുടെ പിന്നിൽ നബിതങ്ങളെ അംഗീകരിച്ചിട്ട് തീജ്വാലയിലേക്ക് ചാടിയ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളുടെ പിന്നിൽ നമുക്കുമൊന്ന് സ്വർഗത്തിലെത്തണ്ടയോ? അല്ലാഹു ഈ മജ്ലിസ് അതിന് കാരണമാക്കട്ടെ. നബിതങ്ങളുടെ മദ്ഹ് ചൊല്ലിയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മാല ചൊല്ലിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലിയ ഇമാം ബൂസീരി തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലിയ കഅബ് ബിൻ സുഹൈർ തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലിയ കോടാനകോടി ഇമാമിങ്ങളുടെ പിന്നിൽ അബൂബക്കറുൽ ബഗ്ദാദി തങ്ങളുടെ പിന്നിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പിന്നിൽ ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങളുടെ പിന്നിൽ ഉമറുൽ ഖാലി തങ്ങളുടെ പിന്നിൽ നമുക്കുമൊന്നെത്തണ്ടയോ? നബിതങ്ങളുടെ മുടിയെടുത്തിട്ട് ചുംബനം കൊടുത്ത മുആവിയ തങ്ങളുടെ പിന്നിൽ നബിതങ്ങളുടെ കൈതട്ടിയ ആപ്പിള് വാങ്ങി ആ സ്വഹാബിയുടെ കൈക്ക് ചുംബനം കൊടുത്തിട്ട് തുഫാഹത്തുൻ മസ്സത്ത് ബിയദിൻ മസ്സത്ത് ബിഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈതട്ടിയ കൈ മാറി മാറി ചുംബിച്ച് ഇന്നുവരെ ചുംബിച്ചു വരുന്നവരുടെ പിന്നിൽ നബിതങ്ങളുടെ കാൽപാദത്തിന്റെ മോഡലെടുത്തിട്ട് ചുംബനം കൊടുക്കുന്ന ആസാറുകൾ എടുക്കുന്ന ആസാരി എന്ന പേരിൽ തന്നെ ഒരു ഇമാമുണ്ട്. അതുപോലെയുള്ള മഹാന്മാരുടെ പിന്നിൽ നമുക്കൊന്ന് സ്വർഗത്തിലെത്തണ്ടയോ? അതുകൊണ്ടൊരു വസിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഖൽബിൽ റസൂലുള്ളാഹി തങ്ങളെ പ്രേമിക്കണം. അതിനപ്പുറം ഒരാളും നമുക്കില്ല പ്രേമിക്കാൻ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ അധികാരിയാണ്. നമുക്ക് വിതരണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളെ പ്രേമിച്ചോ. ആ
റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണണ്ടയോ? ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ 7 ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ ബാല്യകാലവും യൗവനകാലവും കൗമാരകാലവും ഒക്കെ പറഞ്ഞിട്ട് വസിയ്യത്ത് എന്റെ നഫ്സിനോട്, സാധുക്കളായ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ആ നബിതങ്ങൾക്ക് വെറുപ്പുള്ളതൊന്നും ചെയ്യരുത്. കള്ളുകുടിയിലേക്ക് പോകരുത്. അന്യ പെണ്ണിനോട് നേരം പോക്കിന് പോകരുത്. അവൾക്ക് വേണ്ടി നിന്റെ കൽബ് കളയരുത്. അവളുമായി ഇടപെടാൻ പോകരുത്. അന്യ പുരുഷന്മാരോട് ഉമ്മമാരെ പെങ്ങന്മാരെ ഇടകലരരുത്. വൃത്തികെട്ട സിനിമകൾക്ക് മുമ്പിൽ ഇരിക്കരുത്. തോന്നിവാസങ്ങളിലേക്ക് ചിന്തിക്കരുത്. പലിശയിലേക്ക് പോകരുത്. അന്യന്റെ സ്വത്ത് തിന്നരുത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന് മഹബ്ബത്തില്ലാത്ത ഒരു പ്രവൃത്തിയിലും ചാടരുത്. എന്താണ്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. പ്രേമിക്കുന്നവൻ കാമുകന്റെ അടിമയാണ്. അതുകൊണ്ട് കണ്ണു കേടുവരുത്തണ്ട. ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടയോ? സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഫിൽദത കബിദി യാ ഹബീബല്ലാഹ്. അറിയുമോ മുഅ്മിനീങ്ങളെ, കുട്ടികൾ ഒരുപാട് റസൂലുള്ളാഹിനെ പ്രേമിച്ചു. ഉമ്മമാരൊരുപാട് റസൂലുള്ളാഹിനെ പ്രേമിച്ചു. അതിൽ ആവർത്തിച്ച് ഖൽബിൽ വരുന്ന ഒരു മഹദിയാണ് ഉമ്മു അമ്മാറ. അറിയാത്തവരിതിലുണ്ടോ? ഇല്ലല്ലോ. ഉഹദ് യുദ്ധത്തിലേക്ക് മുറിവേറ്റവർക്ക് മരുന്ന് കൊടുക്കാനും പരിക്കേറ്റവർക്ക് പരിരക്ഷണം നൽകാനും അപകടം പറ്റിയവർക്ക് വെള്ളം കൊടുക്കാനും പോയ മഹദിയാണ്. യുദ്ധത്തിന് പോയതല്ല. പടക്കളത്തിന്റെ ചാരത്ത് പോയി പരിക്കു പറ്റിയവരെ പരിരക്ഷിക്കാൻ പാർത്തിരിക്കുന്ന പ്രിയപ്പെട്ട സയ്യിദത്തുനാ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ. മുഅ്മിനീങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പറയാമല്ലോ, അവിടുത്തെയുടെ മഹബ്ബത്തൊന്ന് തേടാമല്ലോ. ഈ രാത്രിയിൽ ഇവിടെ ഹബീബിന്റെ പ്രേമം പറഞ്ഞ് റസൂലുള്ളാഹിനോട് ഹുബ്ബ് പറഞ്ഞ് അവസാനം നാളെ റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദുൽ കൗസർ വാങ്ങാൻ ഈ മജ്ലിസ് അല്ലാഹ് കാരണമാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്നെ കാണാനല്ല, എന്റെ പ്രസംഗം കേൾക്കാനല്ല. എന്റെ ഹബീബ്, നിങ്ങളുടെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ പൂമുഖം ദുനിയാവിൽ വെച്ച് സ്വപ്നത്തിലൊന്ന് കാണണം. അല്ലാഹു ഈ മജ്ലിസ് അതിനെ കാരണമാക്കി തരട്ടെ. ഇഖ്ലാസോടെ നിന്ന് ഹബീബിനെ ഖൽബിൽ ധ്യാനിച്ച് റസൂലുള്ളാഹിനോട് പ്രേമം പറഞ്ഞ് ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് നമുക്ക് വസീലയായി ഒന്ന് ചോദിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ പടക്കളത്തിന്റെ ചാരയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടക്കളത്തിൽ പരിക്കേറ്റ് വഫാത്തായി പോയി എന്ന വാർത്ത കേട്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മഹദി ഇറങ്ങി നോക്കുമ്പോ നബി തങ്ങൾ സ്വന്തം നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അടുത്ത ആളുകളില്ല. സ്വഹാബത്ത് ചിതറിപ്പോയതാണ്.
ആരും ഹബീബിന്റെ അടുത്തില്ല. ഇനി ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കുകയല്ലാതെ പരിഹാരമില്ല. ഉമ്മു അമ്മാറ ഒരൊറ്റ ഇറക്കമാണ്. അന്ന് വരെ യുദ്ധം ചെയ്തിട്ടില്ല, പടക്കളത്തിലിറങ്ങിയിട്ടില്ല, പടവാള് പിടിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾക്ക് പരിക്കേൽക്കുമ്പോ ഞാനെങ്ങനെ സഹിക്കാനാണ്? ഇറങ്ങിയിട്ട് ഉമ്മു അമ്മാറ നബി തങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളും സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 70 പുരുഷന്മാരെക്കാളും വലിയ യുദ്ധം ഞാൻ മൽതഫത്തു യമീനൻ വലാ ശിമാലാ, വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മു അമ്മാറയുണ്ട്. ഇബ്നു ഖുംആ എന്ന് പറയുന്ന ഒരാള് ബഹുമാനപ്പെട്ട ഉമ്മു അമ്മാറ എന്നവരെ കുന്തം കൊണ്ട് തോളത്ത് മാരകമായി മുറിവേൽപ്പിച്ചപ്പോ ഉമ്മു അമ്മാറയുടെ മകൻ അടുത്തു നിന്ന് നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് മോനെ, ഒന്ന് പരിചരിക്കുമോനെ. അങ്ങനെ ഉമ്മു അമ്മാറയുടെ അടുക്കലേക്ക് വരുമ്പോ ഉമ്മ പറയുന്നു, മോനെ, അലൈക ബിഹിമായത്തിർ റസൂൽ, എന്നെ നോക്കണ്ട, നീ ഹബീബായ നബിയെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് സംരക്ഷണം നിന്ന ഉമ്മു അമ്മാറ 100 കണക്കിന് പരിക്കു പറ്റിയിട്ട് നാളെ ഉഹദിന്റെ രണാങ്കണം സാക്ഷി നിൽക്കേ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ എന്റെയും നിങ്ങളുടെയും കയ്യിൽ വല്ലതുമുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുള്ളവരായി ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂലാക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ടാണ് ഇവിടെ ഈ 7 രാത്രിയിലും ഈ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളൊക്കെ ഒരുപാട് പാപങ്ങൾ പേറിയവരാണെങ്കിലും നീ ഔദാര്യം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ വസീലയാക്കി ചോദിക്കുന്നത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ തട്ടല്ലേ അല്ലാഹ്, തട്ടല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. അർഹമുർ റഹീമേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്, കൂട്ടുകുടുംബങ്ങൾ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളെല്ലാവരും ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ മജ്ലിസിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണം അല്ലാഹ്, വിഷമങ്ങൾ ദൂരീകരിക്കണം അല്ലാഹ്. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ, ഞങ്ങൾ മജ്ലിസിൽ കയറി ദുആ ചെയ്യുന്നത് അല്ലെങ്കിൽ വഅദ് പറയുന്നത് ഞങ്ങളുടെ ഇൽമു കൊണ്ടല്ല, ഞങ്ങളുടെ തഖ്വ കൊണ്ടല്ല, ഞങ്ങളുടെ മഹബ്ബത്ത് കൊണ്ടല്ല, ഞങ്ങളുടെ മുൻഗാമികളുടെ ദുആ കൊണ്ടാണ്. അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗമാക്കണം അല്ലാഹ്, സ്വർഗമാക്കണം അല്ലാഹ്. ഈ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളുടെ പിതാക്കന്മാര് മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഒക്കെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. മാതാക്കൾ മരണപ്പെട്ടവരുണ്ട്, ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. അല്ലാഹുവേ, അവിടുത്തെ ഖബറിൽ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാപ്പയ്ക്ക് തുല്യം ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ സഹായിച്ച്, ഞങ്ങളെ കൊണ്ടു നടന്ന ജമലുല്ലൈലി തങ്ങൾ, അവിടുന്ന് ഞങ്ങളുടെ മജ്ലിസ് കേൾക്കുമ്പോ സന്തോഷിച്ചവരാണ്. ഇന്നലെ ഒരു ഉമ്മ പ്രത്യേകം ജമലുല്ലൈലി തങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ ഇവിടെ ആഭരണം കൊടുത്തു വിട്ടിരുന്നു. അല്ലാഹുവേ, തങ്ങളുടെ ഖബറിൽ ദറജ ഉയർത്തണം അല്ലാഹ്, ദറജ ഉയർത്തണം അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ സാദാതീങ്ങളുടെ അലിമീങ്ങളുടെ ഖബറിൽ ഈ പ്രകാശം വർദ്ധിപ്പിക്കണം അല്ലാഹ്. അർഹമുർ റഹീമേ, സാധുവായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ബഹുമാനപ്പെട്ട ഇക്കാക്കയാണല്ലോ വേദിയിലുള്ളത്. ഞങ്ങൾ സഹോദരങ്ങളെ മുഴുവനും ഈ സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ പറഞ്ഞു വിട്ട പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്. അല്ലാഹുവേ, അവിടുത്തെ ഖബറിലേക്ക് നേരം പോക്കിനി മജ്ലിസ് കാണിച്ചു കൊടുക്കണം റഹ്മാനേ. അവിടുത്തെ പരലോകം സന്തോഷത്തിലാക്കണം റഹ്മാനേ. അവിടുത്തെ ജ്യേഷ്ഠനും ഞങ്ങളുടെ മൂത്താപ്പയും വലിയ പണ്ഡിതരും കൊച്ചുതങ്ങളുപ്പാപ്പയുടെ മൗലിദ് രചിച്ചതുമായ ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമേനല്ലൂർ പാപ്പ അടക്കമുള്ള വലിയ ആലിമീങ്ങൾ അവരുടെ പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. അർഹമുർ റഹീമേ, അതുപോലെ ഇത് പറയുന്ന സമയത്ത് സ്വന്തം വാപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ മനസ്സിൽ കാണുന്നവരുണ്ട്. അല്ലാഹ്, അവരുടെയും പരലോകം സന്തോഷത്തിലാക്കണം അല്ലാഹ്, സന്തോഷത്തിലാക്കണം അല്ലാഹ്. അതുപോലെ SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകര് മജ്ലിസിൽ നിന്നിങ്ങനെ നോക്കുമ്പോ അവരുടെയൊക്കെ മരണപ്പെട്ടു പോയ ഉപ്പമാര്, ഉമ്മമാര്, അവർക്ക് ദ്വാരക്കാൻ കൊതിച്ചുകൊണ്ടാകാം മൊയ്നിക്കയെ പോലെയുള്ളവരിങ്ങനെ നോക്കുമ്പോ മനസ്സിലുള്ളത്, അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ സ്വർഗമാക്കണം റഹ്മാനേ, സ്വർഗമാക്കണം റഹ്മാനേ. ദറജ ഉയർത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും മുത്തഖീങ്ങളാക്കണം റഹ്മാനേ. നബിതങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞതിൽ വല്ല അപാകതയും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങൾ വിരോധിച്ചിട്ട് പറഞ്ഞതല്ല, വിവരക്കേടുകൊണ്ട് വന്നുപോയതാണ്. പുറത്തു തരണം അല്ലാഹ്. ലോകം മുഴുവനെതിരായാലും നബിതങ്ങളെതിരാവുന്ന അവസ്ഥ വെക്കല്ലേ അല്ലാഹ്. അവിടുത്തെ കാല് ഞങ്ങൾക്കൊന്ന് ചുംബിക്കണം അല്ലാഹ്. കൊതിയുണ്ട് റബ്ബേ, സ്വപ്നത്തിലൊന്ന് വഴികൂട്ടണം അല്ലാഹ്. ഹബീബിന്റെ കാൽപാദമൊന്ന് മുത്തിയിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. നാളെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഇമാമീങ്ങളും സ്വഹാബാക്കൾക്കും നേതൃത്വം കൊടുത്ത് നബിതങ്ങൾ കടന്നു പോകുമ്പോ ഞങ്ങളെ വഴിയിൽ കിടത്തണം അല്ലാഹ്. അവരുടെ കാലുകൊണ്ട് തട്ടി തട്ടി അവസാനത്തെ നേതാവെങ്കിലും സ്വർഗത്തിൽ കടക്കുമ്പോ ഞങ്ങളങ്ങ് സ്വർഗത്തിൽ കടന്നു പോകുമല്ലോ. അവിടെ ഞങ്ങൾക്ക് മുറാഫഖത്ത് ചോദിക്കാൻ അവകാശമില്ല, നബിതങ്ങളുടെ ദറജയുടെ അടുത്ത് ചോദിക്കാൻ അർഹതയില്ല. തങ്ങൾക്ക് കാല് ചവിട്ടാൽ അവിടുത്തെ കാലുയർത്തി വെക്കാനുള്ള ചവിട്ടുന്ന പായുടെ
സ്ഥാനമെങ്കിലും ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഞങ്ങൾ അതിന് യോഗ്യരല്ലെന്നറിയാം. ഔദാര്യം ചെയ്യണം അല്ലാ, ഔദാര്യം ചെയ്യണം അല്ലാ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, മുഹിബ്ബീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ഖിയാമം വരെ നിലനിർത്തണേ അല്ലാ. ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സും അതിന്റെ കീഴിൽ ഒരുപാട് സ്ഥലത്ത് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഖ്ദൂമിയ ദഅവാ കോളേജും എല്ലാം നിന്റെ പൊരുത്തത്തിലായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന് ഉപകാരപ്പെടുമെന്ന നിലക്ക് ഞങ്ങൾ തുടങ്ങിയതാണ്. ഞങ്ങളുടെ ചിന്തക്കുറവ് കൊണ്ടോ തഖ്വയുടെ കുറവ് കൊണ്ടോ അത്തരം സംരംഭങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഇന്ന് ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഉമ്മ വിളിച്ചിരുന്നു. ദഅവാ കോളേജിനൊരു ആഭരണം തന്നിട്ടാണ് വിളിച്ചത്. പ്രത്യേകം മക്കള് സ്വാലിഹീങ്ങളാകാനാണ്. അല്ലാഹുവേ, നീ മക്കളെ സ്വാലിഹീങ്ങളാക്കി സന്തോഷം കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ ദഅവാ കോളേജിന് വേണ്ടിയും ശരീഅത്തിന് കോളേജിന് വേണ്ടിയും ഹിഫ്ളിന് വേണ്ടിയും ഒക്കെ ചോദിക്കുമ്പോ സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കയ്യിൽ സംഖ്യകൾ ഏൽപ്പിക്കാറുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം അല്ലാ.